വല്യമ്മ മരിക്കോളം മമ്പർത്ത തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞ് വിളിച്ച് മരിച്ച ആളാണ്. അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് വലിയമ്മന്റെ അവസാനത്തെ വചനം മമ്പർത്ത തങ്ങളെ കാക്കണേ എന്നായിരുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞു മരിച്ച ആളെ എന്താവും എന്നുള്ളത് ഓരോ മുസ്ലിമിനും അറിയാം. അവസാനം എല്ലാവരുടെയും പുതിയ റസൂല് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ച ചില ഹദീസുകളിൽ അതൊക്കെ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനം പറയാനുള്ള ചാൻസ് കിട്ടിയാൽ അവൻ എന്തായി? സ്വർഗത്തിലേക്ക് കടന്നവനായി. അതിന് നേരെ വിപരീതമുള്ളതായ പദം പറഞ്ഞാൽ അവർ പോകുന്ന നാട്ടിലേക്ക് പോകേണ്ടി വരും അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യാന്നുള്ളത് പാടുള്ളതല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. പിന്നെ ശിർക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ശിർക്കിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയിട്ട് അംഗീകരിക്കാത്തവരാണ് എന്ന് ഉറപ്പായാലും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനോ ഹജ്ജ് ചെയ്യുവാനോ പാടുള്ളതല്ല. പിന്നെ അറിവില്ലാത്ത രൂപത്തിൽ ശിർക്ക് എന്ത്, തൗഹീദ് എന്ത്, ബിദ്അത്ത് എന്ത്, സുന്നത്ത് എന്ത് എന്ന് അറിയാതെ അന്ധമായ അനുകരണത്തോടുകൂടി ആ കാർമേഘങ്ങളിൽ തന്നെ മൂടപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന വിഭാഗം ആണ്. പക്ഷേ അവരുടെ അവസാന നിലപാട് എന്താണ് നമുക്ക് അറിയുകയില്ല. ആ രൂപത്തിലുള്ള വിഭാഗമാണെങ്കിൽ അവരുടെ കാര്യം അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. അള്ളാഹ് നമുക്ക് അവരെ കുറിച്ച് തീരുമാനം പറയാൻ പറ്റുകയുമില്ല. തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്ന വിഭാഗമാണ് എന്ന് നമുക്ക് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഹജ്ജ് ചെയ്താൽ, അവർ സ്വയം ഹജ്ജ് ചെയ്താൽ സ്വീകരിക്കുന്ന വിഭാഗം മറ്റുള്ളവർ പകരം ഹജ്ജ് ചെയ്യാം. സ്വയം ഹജ്ജ് ചെയ്താൽ സ്വീകരിക്കാത്ത വിഭാഗത്തിന് നാം പകരം ഹജ്ജ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തു ശരണം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി വന്ന് ഹജ്ജ് ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കുമോ? ഇല്ല. കാരണം അവൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കാബയിലേക്ക് വരാൻ അർഹപ്പെട്ടതായ ആ അഡ്രസ്സിന്റെ ഉടമയായി മാറിയില്ല. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നവൻ പറഞ്ഞില്ല. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നതിന്റെ നേരെ ഘടകവിരുദ്ധമാണ് മമ്പർത്ത തങ്ങളെ കാക്കണേ, ഉള്ളാൾ തങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുക എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് വളച്ചൊടിച്ചിട്ടുള്ള അർത്ഥമൊന്നുമല്ല, നേർക്ക് നേരെയുള്ള അർത്ഥം അങ്ങനെയാണ്. അറബികൾ മനസ്സിലാക്കി വരുന്ന അർത്ഥവും അങ്ങനെ തന്നെയാണ്. പണ്ട് തന്നെ നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ചെന്ന് പോയിട്ടുള്ള അർത്ഥവും അങ്ങനെ തന്നെയാണ്. വളച്ചൊടിച്ചാൽ വേറെ രൂപത്തിൽ അർത്ഥം വെക്കാനൊക്കെ സാധിക്കും. അങ്ങനെ അർത്ഥം വെച്ചിട്ട് കുറെ കാലം കാശുണ്ടാക്കിയ ആളാണ് ഞാൻ. അള്ളാഹു എനിക്ക് പുറത്തിരട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ളതായ നേർക്ക് നേരെയുള്ള അർത്ഥത്തിൽ കൂടി നാം മനസ്സിലാക്കുകയാണെങ്കിൽ നാം ആ രൂപത്തിൽ വരുന്നതായ വിഭാഗം ഹജ്ജ് ചെയ്തിട്ട് പ്രയോജനമില്ല, അവർ ഉംറ ചെയ്തിട്ട് പ്രയോജനമില്ല. കാരണം ഹജ്ജിന്റെ യഥാർത്ഥ ലക്ഷ്യം തന്നെ നേരത്തെ പ്രാസംഗികനിൽ പണ്ടിൽ നിന്നിട്ട് നിങ്ങൾ പരപ്പൂർ മോർവിൽ നിന്നിട്ട് കേട്ടതുപോലെ യഥാർത്ഥ തത്വം തന്നെ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ സ്ഥാപിക്കലാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ ഹാജിമാരോട് മദീനത്തിൽ നിന്നിട്ട് പറയാറുണ്ട്, മദീനയിൽ വരാറുള്ള ഹാജിമാരോട്, ഷാഫി മദ്ഹബിന്റെ ഉടമകൾ ഈ ദുആഉൽ ഇഫ്തിതാഹ് ഓതാറുള്ളത് വജ്ഹത്തുമാണ് അധികവും. വജ്ഹത്തു അല്ലാതെ ദുആഉൽ ഇഫ്തിതാഹ് വേറെയുമുണ്ട്. അറിയുന്നവർക്ക് അതും ഓതാം. സുന്നത്തായ ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രാക്ടീസ് ആക്കാൻ നല്ലത് ഹദീസ് കൊണ്ട് അമൽ ചെയ്യലാണ്. ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിലൂടെ തന്നെ വേറെ പുതിയ മതം ഉണ്ടാക്കലൊന്നും അല്ല അത്. അപ്പോൾ ആ ഇത് ദുആഉൽ ഇഫ്തിതാഹിൽപ്പെട്ടതാണല്ലോ എന്ത്? ഇതേ കഅബത്തിനെ മുന്നിട്ട് കൊണ്ട് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എന്താ പറയാറുള്ളത്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഞാനിതാ മുന്നിട്ടു, ലബ്ബൈക്, ഞാൻ മുന്നിട്ടു. തത്വം അത് തന്നെ. പക്ഷെ ഹാജിയാർ അള്ളാന്റെ അടുക്കൽ സ്റ്റാൻഡേർഡ് ഉയർന്ന വ്യക്തിയാണ്. വളരെ ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട, അള്ളാഹ് ബഹുമാനിച്ച് ആദരിച്ച ദിൽഖഅദ, ദിൽഹിജ്ജ, മുഹറം എന്നീ പവിത്രതയുള്ള മാസങ്ങളിൽ വന്നവൻ അവിടെ എത്തുമ്പോൾ വരുന്ന ഭൂമി തന്നെ പവിത്രതയുള്ള ഭൂമി, ഹറം ഹറം ഹറം. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ള അതേ മീം എന്ന പദങ്ങൾ കൊണ്ട് മുഹരിം മുഹരിം എന്ന് അവനെ വിളിക്കപ്പെടുന്നു. ധരിക്കുന്ന ഡ്രസ്സിന്റെ പേര് വരേക്കും അതേ 3 വേർഡുള്ള ഇഹ്റാം ഇഹ്റാം എന്ന് പറയപ്പെടുന്നു. പവിത്രത കൊണ്ടൊരു ആറാട്ടം എന്ന് പറഞ്ഞാൽ അവൻ പൻസാരക്കുന്നിന്റെ മുകളിൽ തേൻമഴ വർഷതുപോലെ അങ്ങനെ ചുറ്റുപാടുകൾ, അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവനോട് പറയുകയാണ്, ഇവിടുന്ന് ഇപ്പൊ സമ്പാദിച്ചിട്ടേ പോകാവുള്ളൂ. ഇവിടുന്ന് മാത്രം, ഈ കഅബയാകുന്ന ഫാക്ടറിയുടെ പരിസരത്തിൽ നിന്ന് മാത്രം ലോകത്തിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടതായ ഒരു തത്വമുണ്ട്. അത് പേറണം. അത് മുമ്പ് പേറാത്തവനാണെങ്കിൽ പേറണം, പേറിയവനാണെങ്കിൽ അതിനെ പുതുക്കണം. അതിനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് നീ എന്റെ അടുക്കൽ സ്റ്റാൻഡേർഡ് ഉയർന്നവരായതുകൊണ്ട് സാധാരണ മുസ്ലിങ്ങൾ ലോകത്തിൽ പറയാത്ത ഒരു വേർഡ്, ഒരു ഉള്ളടക്കം
അവർ പറയുന്ന ആ വേർഡിന് വ്യത്യസ്തമായ വേർഡ്, അതേ ഉള്ളടക്കം തന്നെ നീ പറയണം. അതെന്താണ്? വജ്ഹത്തിന്റെ ഉള്ളടക്കം തന്നെയാണ്. ലാ ശരീക ലക്. അവിടെ എന്ത് പറയുന്നു? ലാ ശരീക ലഹ് വബിദാലിക ഉമിർതു. അപ്പോൾ ഈ പറഞ്ഞതായ തത്വം യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ, ഇവിടുത്തെ ചോദ്യത്തിൽ വന്നതായ ആയത്തിൽ കഅബത്തിനെ കെട്ടുന്നതിന് മുമ്പ് ലക്ഷ്യം പറഞ്ഞു. കഅബത്തിനെ കെട്ടുന്നതിന് മുമ്പ് ലക്ഷ്യം പറഞ്ഞു. അതെന്താണ്? വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈതി അല്ലാ തുശ്രിക് ബി ശൈആ. ഇബ്രാഹീമിന് ഇവിടെയാണ് നിങ്ങൾ കഅബം കെട്ടിപ്പടുത്തേണ്ടത്, അല്ലെങ്കിൽ പുനരുദ്ധാരണം നടത്തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് കൽപ്പിച്ച രംഗത്തെ മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ നിങ്ങൾ സ്മരിക്കേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ പറഞ്ഞത്? അവിടെ എന്തിനാണ് നിങ്ങൾ ഈ കഅബം കെട്ടേണ്ടത്, കെട്ടിയ ശേഷം എന്തിനു വിളിക്കേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടു. ഈ കഅബം എന്തിനു കെട്ടണം? അല്ലാ തുശ്രിക് ബി ശൈആ. ശിർക്ക് നിർമാർജന കേന്ദ്രമാണിത്. എന്റെ കൂടെ ആരും എവിടെയും എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ ആർക്കും നേർച്ചയാക്കുവാനോ അറക്കുവാനോ ആരാധനകളുടെ ഏത് ഇനങ്ങൾ സമർപ്പിക്കുവാനോ പാടില്ല. ആ പാടില്ല എന്ന തത്വം ലോകത്തിൽ പ്രചരിപ്പിക്കാനുള്ളതായ ശിർക്ക് നിർമാർജന കേന്ദ്രമാണ് മുസ്ലിം ലോകമേ, മനുഷ്യരാശിയെ ഈ കഅബ. അതുകൊണ്ടാണ് ഈ കഅബയെ കെട്ടേണ്ടത്. അതിന് വേണ്ടിയാണ് ഇബ്രാഹിമെ നിങ്ങൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് ഇബ്രാഹിമിനോട് പറഞ്ഞ ആ തത്വം നാം പേറി നടക്കണം കഅബയിലേക്ക് ചെല്ലുമ്പോൾ. അതെന്താണ്? അവിടെ പറഞ്ഞു ലാ അല്ലാ തുശ്രിക് ബി ശൈആ, എന്റെ കൂടെ പങ്കു ചേർക്കരുത് ആരെയും. ആചാർ പറയുന്നു ലാ ശരീക ലക ലബ്ബൈക്. നീ പറഞ്ഞ തത്വവും പേറി റബ്ബേ ഞാനിതാ നിന്റെ കഅബയിലേക്ക് വന്നിരിക്കുകയാണ്. ലാ ശരീക ലക, നിന്റെ കൂടെ പങ്കുകാരേ ഇല്ല, കൂട്ടുകാരേ ഇല്ല. ഈ തത്വത്തിന് വിപരീതമായിട്ട് അവിടെ ഒരു വിഭാഗം പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തിച്ച വിഭാഗത്തെ കുറിച്ച് നമുക്ക് കാണാം 1185 നമ്പർ ഹദീസ് സഹീഹ് ബുഖാരിയിൽ, സഹീഹ് മുസ്ലിമിൽ 1185 നമ്പർ ഹദീസിൽ കാണാം. കഅബയിലേക്ക് വരുന്നതായ വേളയിൽ അബൂജഹൽ ആജിയാർ, ഉത്ബത്ത് ആജിയാർ, ഷൈബത്ത് ആജിയാർ, അവരൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ആജിമാരാണ്, നന്നായിട്ട് കുറെ കൊല്ലം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആ ആജിമാരൊക്കെ ചെല്ലിയ ഒരു തൽബിയത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ട് പരിചയമുണ്ടായിരിക്കും. ആ തൽബിയത്ത് ഇതിന് നേരെ ഘടകവിരുദ്ധമാണ്. ആ തൽബിയത്തിനോട് മല്ലിട്ട് മത്സരിച്ച് അതിനെ നിർമാർജനം ചെയ്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന തൽബിയത്ത് പറഞ്ഞു വരുന്നവരാണ് സ്വർഗവാസികൾ. ആ തൽബിയത്തിന്റെ ഉള്ളടക്കം എന്താണ്? റബ്ബേ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്. നിന്റെ കൂടെ യാതൊരു പങ്കാളികളുമില്ല, ഞാൻ ശിർക്ക് ചെയ്യൂല, നിനക്ക് മാത്രം മറുപടി നൽകി വന്നു എന്ന് പറഞ്ഞ ശേഷം ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ഹദീസ് മുസ്ലിമിൽ പരിശോധിച്ചാൽ കാണാം. റസൂൽ മക്കക്കാരോട് പറയാണ് ഖദിൻ ഖദിൻ ഖദിൻ, മതി മതി മതി, അതിനപ്പുറം പറയണ്ട കൂട്ടരേ. റസൂൽ അറിയാം അതിനപ്പുറം എന്താ അവർ പറയാറുള്ളത്. അതിനപ്പുറം നിങ്ങൾ പറയണ്ടെന്ന് റസൂൽ പറഞ്ഞു നോക്കി, പ്രയോജനം ഉണ്ടായില്ല. എന്താ അതിനപ്പുറം പറഞ്ഞത്? ചില ബിംബങ്ങൾ ഒഴിച്ച്, ചില മഹാത്മാക്കൾ ഒഴിച്ച്, ചില സാലിഹ്യങ്ങൾ ഒഴിച്ച് ഈ കഅബത്തിന്റെ അകത്ത് ഞങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് അവരെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ചയാക്കുന്നു, അറക്കുന്നു. അവരൊഴിവാക്കാൻ പറ്റൂല റബ്ബേ. പക്ഷെ അവർക്ക് സ്വന്തം കഴിവൊന്നും ഇല്ല കേട്ടാ. അള്ളാഹുവിനോട് പറയാണ് തൽബിയത്തിൽ, അവർക്ക് സ്വന്തം കഴിവൊന്നും ഇല്ല, അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നീ കൊടുത്ത കഴിവേ അവർക്കുള്ളൂ. എന്നാലും അവരെ ഞങ്ങൾ ഒഴിവാക്കൂല എന്ന് മക്കക്കാഫിരീങ്ങൾ പറഞ്ഞു എന്നതാണ്. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് പ്രയാസമില്ല, പക്ഷെ പ്രയാസമുള്ളവർക്ക് പ്രയാസമുള്ളത് കൊണ്ട് മൈക്കെടുത്തിട്ട് എറിയാമെന്നവർ വരെ ഉണ്ടായി. മക്കത്തും മദീനത്തും ബുഖാരിയിലാണ് 4288 നമ്പർ ഹദീസ് പരിശോധിച്ച് നോക്കുക. സഹീഹ് ബുഖാരിയിൽ കഅബത്തിന്റെ അകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പബ്ലിക് നടത്തിയപ്പോൾ വില്ലുകൊണ്ട് കുത്തി കുത്തി തകർത്തിയ പ്രതിമകളുടെ കൂട്ടത്തിൽ സഹീഹ് ബുഖാരിയിൽ 4288 നമ്പർ ഹദീസിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ, മറിയം അലൈഹി സ്വലാമിന്റെ തൊട്ട ഹദീസിലും തൊട്ട നമ്പറിൽ 88, 87 അതുപോലെ തൊട്ട ഹദീസുകളിലൊക്കെ ഇതിന്റെ വിശദീകരണം കാണാം. ഇവരുടെയൊക്കെ പ്രതിമകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിഹായയും അൽ ബിദായ വൻ നിഹായ പരിശോധിച്ചാലും അവിടെ എന്ന് പറയുന്ന പ്രതിമകളും അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പരിസരത്തിൽ അതിനോട് തുല്യപ്പെടുന്ന അതേ പേരിൽ തന്നെ എന്ന ബിംബം മദീന മക്കയുടെ ഇടയിൽ ഔസ് ഖസ്റജികാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരുന്നു. ഇതൊക്കെ ചരിത്രത്തിലും കാണാം.
എന്ന് പറയുന്ന പ്രതിമകൾ, കാബത്തിനകത്തുണ്ടായ പ്രതിമകൾ, അവർ ഔലിയാക്കന്മാർ, സാലിഹ്യങ്ങളായിരുന്നു. ഏത് കാലഘട്ടത്തിൽ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ. ഇതും 4920 നമ്പർ ഹദീസിൽ സഹീഹ് ബുഖാരിയിൽ കാണാം. ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് പഠിപ്പിക്കുന്നു? കഅബയെ സ്ഥാപിക്കാനുള്ള ലക്ഷ്യം അത് ശിർക്ക് നിർമാർജനമാണ്. ആ ശിർക്ക് നിർമാർജന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ നാം അതേ തത്വം പ്രചരിപ്പിക്കുവാനും ആ തത്വം ഉൾക്കൊള്ളുവാനും ആ തത്വം അത് പ്രചരിപ്പിക്കാൻ ഏറ്റെടുക്കുവാനും പോകണമെന്ന നിർബന്ധമാണ് അള്ളാഹ്ക്കുള്ളത് അതുകൊണ്ട് അള്ളാഹ് പറയുന്നു, വതസവ്വദു, അജിമാരെ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ കേരളത്തിലല്ല, കൊച്ചിയിലല്ല, മലപ്പുറത്തല്ല, കാസർഗോഡല്ല, നിങ്ങളിപ്പോൾ മക്കയിലാണ്. ഈ കാണുന്ന കാബയാണ്. ഈ കാബം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വർണത്തിന്റെ കസവുമാല ധരിച്ച് പട്ടുവസ്ത്രം ധരിച്ച് തലപൊക്കി നിൽക്കുന്ന കാബം, അത് പണ്ടൊരു കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലെ കണ്ണും തലയും കാലും കയ്യൊക്കെ ഉള്ള ഒരു വിഭാഗം ഈ കാബത്തിന് മുമ്പിൽ വെച്ചിട്ട് ഞാനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാനല്ലാത്തവർക്ക് പൂജ നൽകിയിരുന്നു. ഇപ്പോൾ ആ കാബയെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ധാരാളം അവന്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് നബിമാരയച്ച് അവസാനത്തെ ദൂതനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെ ആ കാബയെ റിപ്പബ്ലിക്കാക്കി അതിന്റെ അകത്ത് ഉള്ള പ്രതിമകളെ തകർത്തി തെരിപ്പണമാക്കി അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ സദഖ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ. ഈ തത്വം നിങ്ങൾ ഓർക്കണം. റസൂൽ പണ്ട് ക്ലിയറിംഗ് നടത്തിയതായ, കാബം ക്ലിയർ ആക്കിയതായ തത്വമുണ്ടല്ലോ, ആ ദിവസത്തെ നിങ്ങൾ സ്മരിക്കണം, ഓർക്കണം. അത് ഉൾക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞു വിട്ടില്ല, മറിച്ച് അത് പറയാ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങൾ സഫയുടെ മീതെ കയറിയിട്ട് സഫയുടെ ഭാഗത്തിലേക്കൊന്ന് നോക്കണം, എന്നിട്ടൊരു പ്രാർത്ഥന നടത്തണം റസൂൽ കാട്ടിയതുപോലെ. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ സദഖ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ. വേറെയും രൂപത്തിൽ അവിടെ റിപ്പോർട്ടുകൾ കാണാം. അതേ ശൈലി. എന്താണ്? റസൂൽ പറഞ്ഞ അതേ വേർഡ്. റബ്ബേ, ഈ കാബ മടക്കി തന്നത് നീയാണ്, വിജയിപ്പിച്ചത് നീയാണ്, നീ മാത്രമാണ് സഹായമർക്കുന്നവൻ, നീ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വീണ്ടും അറഫയിൽ ചെല്ലുമ്പോഴും ചുരുക്കത്തിൽ ഈ തത്വങ്ങൾ ആയിരിക്കണം ഹാജിമാര് ഹജ്ജ് ചെയ്യുന്ന വേളയിൽ ഉണ്ടാവേണ്ടത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ തത്വങ്ങൾ പേറി നടക്കുന്നവർക്ക് മാത്രമേ ഹജ്ജ് ചെയ്യാൻ അവകാശമുള്ളൂ. അത് പേറി നടക്കുന്നവർ മരിച്ചാൽ മാത്രമേ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാനും പാടുള്ളൂ. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു.